മൽപ്രിയനേ യേശുനായകനേ, എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങയെ ആശ്ലേഷിപ്പാൻ. എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ ആ പളുങ്കു നദി തീരെ, ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടും നീ. എൻ മണല എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടും നീ. എൻ മണല. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടി ദാനമായി തന്നതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ കർത്താവേ, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്കും അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ പക്കല സകലതും. ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം താൻ ഇന്ന് വരെ ഞങ്ങളെ പോറ്റി പുലർത്തിയ ദൈവം ഇന്ന് പകൽക്കാലം നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ദൈവമായ കർത്താവേ, സമയം ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച സകല മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മറുപടി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, അവരായിരിക്കുന്ന ഇടം ഒക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ, ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങൾക്ക് സകലത്തിന് മതിയാവൻ ഞങ്ങളുടെ കർത്താവാകിയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദപീഠം ചാർന്ന് കടന്നു വന്നിട്ടുള്ള ഒരു മക്കളിൽ ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ, സമാധാനത്തിൽ സൗഖ്യത്തിൽ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും വലിയ ജയമൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OIT, IELTS, ജർമ്മനും പഠിക്കുന്നവർ, പമറ്റ് പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്നതും പ്രയത്നിക്കുന്നതുമായ മക്കൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ, മെഡിക്കൽ കഴിഞ്ഞ് നിൽക്കുന്നവർ, വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ കർത്താവേ. പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുകയപ്പാ, അവിടുന്ന് നല്ല മറുപടിയുമായി ഇറങ്ങണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ, അവരെ മാനിക്കണമേ, പൊന്നുകരം ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമാ, ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പാ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ മേലവിടുത്തെ മഹത്വം ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ, തക്ക തുണി ഒരുക്കണം, അവരുടെ വിവാഹം നടക്കണം. ഞങ്ങളുടെ കർത്താവ് തലമുറയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കൾക്ക് കർത്താവ് നല്ല ഹല്ലേലൂയ ആശ്വാസം കൊടുത്ത് സമാധാനത്തിൽ അവരെ സൂക്ഷിക്കണം. മാസത്തിയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. അപ്പാ, ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം കൊടുക്കണമേ. വാടക ഭവനങ്ങളിൽ കഴിയുന്നവർക്ക് അത് ഒഴിഞ്ഞ് സ്വസ്ഥരാകാൻ സഹായിക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ടല്ലോ, മാർഗം ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും സ്വർഗം വഴി തുറക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം, സ്തോത്രം കർത്താവെ. തടസ്സം മുടക്കം മാറ്റണമേ. കരയുന്ന കുഞ്ഞുങ്ങളോട് മനസ്സറിയണമേ. അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവെ. വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം.
ജോലി ചെയ്യുന്ന മക്കളെയും സമാധാനത്തിൽ ജോലി കാര്യങ്ങളെ ചെയ്ത് നന്മ പ്രാപിപ്പാൻ ഇടയാക്കണമേ. ജോലി സ്ഥാനങ്ങളിൽ പലവിധ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാത്തവരുണ്ട് കർത്താവേ. താമസ സൗകര്യമില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, യാത്രാ സൗകര്യമില്ലാത്തവർ, മേലധികാരികളുടെ പീഡനം സഹിച്ച് കിടക്കുന്നവരെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഉള്ളതുപോലെ കാണുന്നതിൻ്റെ അപ്പായെ അവിടുന്ന് തരികയപ്പാ. എൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. അവരുടെ നിലവിളി ശബ്ദം കേൾക്കണമേ. ഈ പ്രാർത്ഥനാ ശബ്ദം ഹാലലി സ്വർഗം അംഗീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലലുയ. നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. ഈ സമയം കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുകയാണ്. വക്രതയും കോട്ടം നിറഞ്ഞ തലമുറയാണ് കർത്താവേ. ഹാലലുയ കർത്താവേ. എങ്ങും ഒരു സ്വസ്ഥതയും സമാധാനമില്ലാത്ത ജീവിതങ്ങളാ. ആത്മാർത്ഥതയും സ്നേഹവും ഇല്ലാത്തവരാ. വഞ്ചിക്കപ്പെടുന്ന അനേക ജീവിതങ്ങളുണ്ട് കർത്താവേ. കുടുംബത്തെ വലച്ചിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരുടെ നടുവിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം നീ മാത്രമാ. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ ലജ്ജിച്ചു പോകാൻ അനുവദിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം അവർക്ക് സമാധാനമായി ഇറങ്ങിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങൾ പോകേണ്ടുന്ന വഴി നീ അവർക്ക് കാണിച്ചു കൊടുക്കുമാറാകണം. അവിടുത്തെ ആലോചന ഇവരെ അറിയിക്കുമാറാകണം. ശത്രു കാണാതെ വണ്ണം സ്വർഗം മറയ്ക്കുമാറാകണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന തമ്പുരാനെ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ദുഷ്ടപിശാചിൻ്റെ പിടിയിൽ നിന്നൊക്കെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. പൈതങ്ങളോടൊക്കെ മനസ്സലിയണമേ കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ദൈവമായ കർത്താവേ, സമയം ഹല്ലേലൂയ കർത്താവേ. മദ്യത്തിലും മയക്കുമരുന്നിന് കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടവരുണ്ട് കർത്താവേ. എൻ്റെ അപ്പൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവമൊന്ന് സന്ദർശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, പൂർണ്ണമായും കർത്താവിനെ അറിഞ്ഞ് ജീവിപ്പാൻ തക്കണം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ കർത്താവേ. നീ അവിടുന്ന് ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം ദുഷിക്കപ്പെടുവാൻ അനുവദിക്കരുത്, ആരെയും അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഹല്ലേലൂയ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കാത്തണേ, സന്തോഷമായി ജീവിപ്പാൻ ഇടയാക്കണമേ. ശത്രു കാണാതോണം സ്വർഗ്ഗം വരെ വേലുകെട്ടി സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സ്തോത്രം, സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സഹോദരവർഗ്ഗങ്ങളെ, പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്നവരെ സമർപ്പിക്കുകയാണ്. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും അയ്യം വിളിക്കുന്നവരുണ്ട്. ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷന് വിധേയപ്പെട്ട് കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. സ്വർഗത്തിലേപ്പൻ്റെ ആണിപ്പഴുതുള്ള കാര്യം ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുമാറാകണം. സൗഖ്യമയച്ചേ മതിയാകൂ. വിടുതൽ പ്രാപിച്ച് ഭവനത്തിൽ കടന്നു വരുവാൻ, പൂർണ്ണമായും ദൈവത്തെ ഹല്ലേലൂയ ആരാധിച്ച് ബലപ്പെട്ട് ജീവിപ്പാൻ, എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്തെടുപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. പേരുപേരായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അവസ്ഥകളിലും കൂടെ ഇരിക്കുന്നവൻ എൻ്റെ കർത്താവ് മാത്രമാകിയാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, പ്രാർത്ഥിപ്പാനല്ല അതൊന്നിനും കഴിയത്തില്ല. പ്രവർത്തിക്കുന്ന ദൈവം അവിടുന്ന മനസ്സറിഞ്ഞേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലാണ് ഇപ്പോഴത്തുള്ള കാര്യം വെച്ച് സൗഖ്യവും വിടുതലും പ്രാപിച്ച് മടങ്ങി വരുവാൻ ഇടയാക്കുമാറാകണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവ്. ഓരോ വ്യക്തി ചിന്തകളെ നീ കാണുന്ന ദൈവം, അറിയുന്ന ദൈവമാ കർത്താവേ. ഹല്ലേലൂയ കർത്താവ്. മനസ്സറിയണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല കർത്താവേ. ആണിപ്പോഴത്തുള്ള കാര്യം ഓരോ മക്കളെയും തൊടുമാറാകണം. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ വരുന്ന കുഴപ്പമുള്ളവർ, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, പുറത്ത് വേദനയാൽ ഭാരമുള്ളവർ, നടുവിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ മുട്ടിൻ്റെ വേദനയുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ കർത്താവേ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ, ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡ് ക്രിയാറ്റിനും ഉള്ളവർ, ഹല്ലേലൂയ കർത്താവേ, ആസ്മ ഉള്ളവർ, അലർജി ഉള്ളവർ, തൈറോയ്ഡ് ഉള്ളവർ, ഇതൊക്കെ സംബന്ധമായ പല രോഗങ്ങളുള്ളവർ കർത്താവേ, സ്തോത്രം. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളുടെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പൻ്റെ സൗഖ്യം കാത്തു കിടക്കുന്ന ഓരോ മക്കൾക്ക് കൊടുത്ത വിടുതലിൻ്റെ സൗഖ്യവും ഹല്ലേലൂയ വിടുതലും നൽകി സൗഖ്യം നൽകി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ വേദനാ വിഷയവും അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനാ വിഷയം സമർപ്പിക്കുന്നു. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാണ്. പല ആവശ്യങ്ങളുടെ നടുവിൽ കരയുന്ന ജീവിതങ്ങളുണ്ട്. നീറിപ്പുകയുന്ന ജീവിതങ്ങളുടെ നടുവിൽ കരയുന്നവരുണ്ട് കർത്താവേ. പ്രശ്നങ്ങളുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ.
സ്വർഗം കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. എല്ലാം എൻ്റെ അപ്പൻ്റെ പാദപിടുത്തിലേൽപ്പിക്കുക. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആപത്തനത്വത്തിന് രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിക്കണം. ശത്രു ഞങ്ങളെ കാണല്ലേ, പിശാചി തുടരുതേ. അന്ധകാരത്തിൻ്റെ പോരുകൾ കടന്നു വരാതെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഭവനത്തെ രക്തം കൊണ്ട് മുദ്രയിടുമാറാകണമേ. സമകാരൻ കടന്നു വരാതെ കോട്ട കാത്തുകൊള്ളുമാറാകണമേ. മുൻപും ഇടവും വരവും ദൂതന്മാരാൽ കാവൽ ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഒരു അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനും നിന്നെക്കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിച്ച വചനത്താൽ ഞങ്ങളെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാണ്ട് ദുഃഖത്തിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. സ്വർഗം ആശ്വസിപ്പിച്ചു കൊള്ളുമാറാകണമേ. ഹല്ലേലൂയ. യാത്ര പോകുന്ന മക്കളെയെല്ലാം കാത്തുകൊള്ളണേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണേ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണേ. പുതിയ സന്തോഷം സമാധാനം കൊടുത്ത് കാത്തോണം. ആവശ്യമാഗ്രഹം പറഞ്ഞ് മാനിക്കണം. PR ലഭിക്കേണ്ട ജീവിതം, നല്ല ജോലി ലഭിക്കേണ്ട ജീവിതം, ജോലിയിൽ പ്രമോഷൻ ലഭിക്കേണ്ട ജീവിതം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. കുടുംബജീവിതത്തിൽ സമാധാനം ലഭിക്കേണ്ട ജീവിതങ്ങൾ. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, വിവാഹം നടക്കേണ്ടുന്ന കുഞ്ഞുങ്ങൾ, തലമുറ ലഭിക്കേണ്ട പൈതങ്ങൾ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, സ്തോത്രം. വിവാഹപ്രായമായ മക്കൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. സ്വർഗം കരുതണപ്പ, കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണമേ. എല്ലാം ഒന്നുകൂടെ പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ്. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.